ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഉച്ച മുതലാണ് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറ്റിയൊരു കയ്യബദ്ധത്തിനെ പറ്റിയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിട്ടോ. ഈ ഒരു വീഡിയോ ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഇന്നലെ രാവിലെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാനും പിന്നെ കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ പോകാനൊക്കെ ഉണ്ടായിനി ഈ ഒരു ദിവസം നാത്തൂനും കുട്ടികളൊക്കെ ഉണ്ടായിനി. അപ്പോൾ ഒരു പോയി രാവിലെ പോയിട്ടോ. അപ്പോൾ ഓരോ കൂടെ തന്നെ പെട്ടെന്ന് അടിച്ചുവാരലും തുടക്കലും അതേപോലെ തന്നെ ചോറൊക്കെ ആയിട്ടുണ്ടായിനി. കൂട്ടാനൊന്നും റെഡിയാക്കിയിട്ടില്ലേനി ഫ്രിഡ്ജിൽ കഴിഞ്ഞിട്ട് നമ്മളെ മീൻ. അപ്പോൾ അത് ഐസ് വിടാനൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചങ്ങാണ്ട് അങ്ങനെ ഓര് പോവുകയാണ് പറഞ്ഞപ്പോൾ രാവിലെ ഓലപ്പം തന്നെ ആ ഒരു വണ്ടിയിൽ തന്നെ ഞങ്ങളും പോയതാണ് പിന്നെ വന്നിട്ടാണ് വീഡിയോ എടുക്കാനൊക്കെ നിന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഉച്ചയൊക്കെ ആവാനായിക്കണം എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വന്നുങ്ങാണ്ട് മീനൊക്കെ അമ്മ നന്നാക്കി വെച്ചിനി ഞാൻ അതിന് മോളക്ക് പാലൊക്കെ കൊടുത്ത് ഓളൊക്കെ ഒന്ന് ഉറക്കിയിട്ടാണ് പിന്നെ കിച്ചണിക്ക് വരുന്നത്. അപ്പോൾ ഉമ്മയൊക്കെ മീൻ നന്നാക്കി റെഡിയാക്കി വെച്ചിനി. അപ്പോൾ ഞാനതൊന്ന് വറ്റിച്ചെടുക്കാൻ കരുതി കാരണം ചെറിയ മത്തിയാണ്. അപ്പോൾ അത് പൊരിക്കാനൊന്നും പറ്റാത്തൊരു മത്തിയാണ് അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ സാമ്പാറും അതേപോലെ തന്നെ പപ്പടം ഉണ്ടായിനി അത് കൂട്ടിങ്ങാണ്ട് ഫുഡൊക്കെ കഴിച്ചു. നന്നായിട്ട് വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി എന്നിട്ടാണ് പിന്നെ മീനൊക്കെ റെഡിയാക്കി എടുത്തത്. അങ്ങനെ ഞാൻ ചോറൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേന് നമ്മൾ ചട്ടിയിൽ തക്കാളിയും അതേപോലെ തന്നെ പച്ചമുളകും മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊണ്ട് നന്നായിട്ട് വേകാൻ വേണ്ടി വെച്ചിനി അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിനി അപ്പോൾ അതിലേക്ക് ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്ത് അലക്കാൻ വേണ്ടി നിന്നേക്കാണ് അപ്പോഴേക്ക് നമ്മളെ മീനൊക്കെ അവിടെ കടന്ന് വെന്ത് റെഡി ആവട്ടെ എന്ന് കരുതിയിട്ടോ. അപ്പോൾ ഇതാ ഞാൻ അലക്കാൻ വന്നപ്പോൾ നമ്മളെ മോളൂസിൻ്റെ ഓരോ കോപ്രായങ്ങളാണ് ഓള് മുന്നിലേക്ക് ഉണ്ടാവും അലക്കാനൊക്കെ. അപ്പോൾ ഓൾ അലക്കിക്കൊണ്ട് ഉമ്മച്ചി പോയിക്കോ ഉമ്മച്ചി മീൻ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കാണ് അപ്പോൾ ഞാൻ ഈ തിരുമ്പിയാലൊന്നും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓളോട് ഇവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടൊന്നും ഇറങ്ങണില്ല അപ്പോൾ ഞാൻ അലക്കുമ്പോൾ എൻ്റെ മേത്തേക്കാവുന്നൊന്നും പറഞ്ഞിട്ട് കേൾക്കണില്ല. അപ്പോൾ ഓൾക്ക് സാബൂനൊക്കെ എടുത്തുകൊണ്ട് കൊടുത്ത്. അപ്പോൾ ഓള് അതിന് മോളെ ചെറിയൊരു കുഞ്ഞിക്കുപ്പായ ഉണ്ട് കല്ലുമ്മ ആദ്യം തന്നെ ഉണ്ടേനി തിരുമ്പാല ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചതേനി അപ്പോൾ ഓളത് അലക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓള് പറഞ്ഞിട്ട് മാറായിട്ട് ഞാൻ പിന്നെ അലക്കാൻ നിന്നിട്ടുണ്ട് പിന്നെ വെള്ളമൊക്കെ മേത്തേക്ക് വന്നപ്പോൾ ഓളന്നെ സ്വയം ഇറങ്ങിയിരിക്കണം അങ്ങനെ ഞാൻ അലക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വേഗം ഒന്ന് അലക്കിയെടുക്കട്ടെ അങ്ങനെ ഞാൻ അലക്കുന്ന അടിയിൽ നമ്മളെ മീനൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിന് അപ്പോൾ അതൊക്കെ വെന്ത് റെഡി ആയപ്പോൾ പച്ച വെളിച്ചെണ്ണയൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ആക്കി കൊടുത്തുകൊണ്ട് അതൊക്കെ അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചിനി. പിന്നെ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചേക്കാണ് പിന്നെ വീഡിയോ ഒന്നും നിന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ അങ്ങാടിക്കൊക്കെ ഒന്ന് പോകാണ്ടേനി അതൊക്കെ പോയി വന്നിട്ടാണ് പിന്നെ വീഡിയോ എടുക്കാൻ നിന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ വിരുന്നാരൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു എൻ്റെ ചെറിയ നാത്തൂനും ഹസ്ബൻഡും മക്കളൊക്കെയാണ് വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിലെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ അത് പറയാനാണ് ഇവർ വരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിന് സിങ്കിൽ. ഞാൻ അങ്ങാടിക്ക് പോയപ്പോൾ ഞാൻ അങ്ങനെ മോറാതെ അവിടെ ഇട്ടുകൊണ്ട് പോയതേനി അപ്പോൾ അതൊക്കെ ഒന്ന് മോറി വെക്കാൻ കരുതി നിന്ന്. അങ്ങനെ അതൊക്കെ മോറി വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ചായയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ടേനി അപ്പോൾ അതിക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്നും പാടെ തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചായയൊക്കെ റെഡിയാക്കി വെച്ച് ഒരിക്ക് ബേക്കറിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് മോറി അതൊക്കെ ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ട് ബേക്കറിയൊക്കെ ഇട്ട് കൊടുത്തുമ്പോൾ നനവുണ്ടെങ്കിൽ അത് നനഞ്ഞ് നിൽക്കുമല്ലോ.
അങ്ങനെ തുടച്ച് അതൊക്കെ റെഡിയാക്കി വെച്ചാണ് ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് നടക്കാനൊക്കെ. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു വരും പറഞ്ഞത് കഴിഞ്ഞിട്ടോ. അപ്പോൾ അവർ ഈ ഒരു സമയത്തൊന്നും വന്നില്ല. പിന്നെ ഞങ്ങളൊരു മഗ്‌രിബിൻ്റെ ബാങ്ക് കൊടുക്കാനായപ്പോത്തിന് അകത്തേക്കൊക്കെ കയറി. അപ്പോൾ ഞങ്ങളും ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അവർ വന്ന് പോയിട്ട് ചായ കുടിക്കാൻ കരുതി നിൽക്കേന്. അപ്പോൾ അവർ ആ സമയത്തൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ. മഗ്‌രിബിൻ്റെ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ നിസ്കരിക്കാനും അതേപോലെ ബാക്കി കാര്യത്തിനൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞില്ലേ, അത് എന്താ പറയുക, വിരുന്നുകാർ പിന്നീട് വന്നീനി കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ ചായ മധുരം ഇടാതെ തന്നെ എടുത്ത് കൊടുത്തു കേട്ടോ. ആ ഒരു സമയത്ത് മധുരം ഇട്ടോ ഇല്ലയോ ഒന്നും നോക്കിയില്ല. ഇമ്മാക്ക് നമ്മൾ ഷുഗർ ആയതുകൊണ്ട് മധുരം ഇടാതെയാണ് കേട്ടോ ചായ കൊടുക്കൽ. അപ്പോൾ ഇമ്മാക്ക് ചായ അതിന് മാറ്റി വെച്ചിട്ട് ബാക്കിയിലേക്ക് മധുരം ഇടാമെന്നുള്ളൊരു ഇതിലായിന് കേട്ടോ ഞാൻ നിന്നീനത്. പക്ഷേ അവർ പെട്ടെന്ന് ആ ഒരു സമയത്ത് വന്നപ്പോൾ ഞാൻ മധുരം ഇടാത്ത കാര്യമൊക്കെ ഞാൻ പെട്ടെന്ന് വിട്ടു പോയിട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ അവർക്ക് എടുത്തു കൊടുത്തു. പിന്നെ അവർ പോയി. ആ ഒരു സമയത്തൊന്നും അവർ പറഞ്ഞതൊന്നുമില്ല കേട്ടോ. ആരും പറഞ്ഞതൊന്നുമില്ല ചായയിൽ മധുരമില്ലാന്ന്. പിന്നെ അവരൊക്കെ പോയിട്ട് അവർക്ക് കൊടുത്ത ചായയിൽ ബാക്കി ഉണ്ടായിന് കേട്ടോ ഒരു തുള്ളി ചായ. അത് ഉമ്മ കുടിച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ മധുരമില്ലാത്ത കാര്യം മനസ്സിലായത്. അങ്ങനെ ഏതായാലും പിന്നെ അതൊന്നും ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ലല്ലോ, അവർ പോയില്ലേ. അപ്പോൾ മനുഷ്യരല്ലേ, ഒരബദ്ധമൊക്കെ ആർക്കായാലും പറ്റില്ലേ. ഇതേവരെ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഏതായാലും അങ്ങനെ ചായയൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ കൊടുക്കണം. അങ്ങനെ ഞാൻ പെട്ടെന്ന് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ മോറി പിന്നെ പെട്ടെന്ന് പോയി കിടന്നേക്കാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.